ഈ കണ്ടിച്ചെടുക്കുന്ന മരത്തിൻ്റെ തൊലി ഉണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ ശരീരത്തിലെങ്ങും വേദന ഉണ്ടാകില്ല. ആ വേദനയുള്ള ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. തൈലമോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഈ മരം ഏതാണെന്ന് മനസ്സിലാകും. ഇത് മുരിങ്ങ മരമാണ്. നമ്മൾ മുരിങ്ങയില തോരനും ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അത്രത്തോളം ഔഷധ ഗുണമുള്ളൊരു മരമാണ് ഈ മുരിങ്ങ. അപ്പം മുരിങ്ങയ്ക്ക് ഈ ഇലയ്ക്കും മുരിങ്ങയ്ക്കായ്ക്കും മാത്രമല്ല കേട്ടോ ഔഷധ ഗുണം, ഇതിൻ്റെ തൊലിക്കും ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ജോയിൻറ്റ് പെയിൻ. അപ്പോൾ നമുക്ക് ഈ മുരിങ്ങയുടെ തൊലി വെച്ച് ഈ പറഞ്ഞ ഒരു നല്ലൊരു ഔഷധം ഉണ്ടാക്കാം കേട്ടോ. നമ്മളിത് വലിയ പാടൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് മുരിങ്ങ ഇപ്പം നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ട്. അപ്പോൾ മുരിങ്ങയുടെ തൊലി നമ്മൾ കുറച്ച് അധികം ചെത്തിയെടുക്കണം. ഞാനൊന്ന് കാണിച്ചാൽ ഇതുപോലെ നമ്മൾ തടിയിലേക്ക് കയറണ്ട കേട്ടോ. ഇതിൻ്റെ മുകളിലുള്ള തൊലി മാത്രം മതി. തടിയിലേക്ക് കയറി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലി കുറച്ച് അധികം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. എടുത്തതിന് ശേഷം ഇതിനൂടെ 2 ഐറ്റം കൂടെ ചേർക്കാനുണ്ട്. അതെന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ആ പറഞ്ഞ 2 ഐറ്റമാണ് എൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. ഇതുണ്ടോ, ഇത് നമ്മുടെ കല്ലുപ്പാണ്. കല്ലുപ്പ് തന്നെ എടുക്കണം, പൊടിയുപ്പ് എടുക്കരുത്. പിന്നെ വേണ്ടുന്നത് കടുകാണ് കേട്ടോ. അപ്പം എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നൊന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ഞാനൊരു ഇടികല്ല് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഇടികല്ലെടുത്തിട്ട് നമ്മളിപ്പം ചെത്തിക്കൊണ്ട് വന്ന തൊലി തണ്ട ഒരു പിടിയോളം മതി. ഇത്രത്തോളം തൊലി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നല്ലൊരു പിടി കല്ലുപ്പെടുക്കണം. കുറച്ചൊന്നും പോരാ, നല്ലൊരു പിടി കയ്യിൽ ഒതുങ്ങുന്ന ഇത്രത്തോളം കല്ലുപ്പെടുത്ത് ഇതിലിടുന്നുണ്ട്. പിന്നെ വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ കടുകാണ്. കടുക് നമുക്ക് ഒരു 2 സ്പൂൺ കടുക് ഇടണം കേട്ടോ. 2 സ്പൂൺ തന്നെ ഇടണം. 2 സ്പൂൺ ഇട്ടതിന് ശേഷം നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഇടിച്ചെടുക്കണം കേട്ടോ. ഇതിനെ നന്നായിട്ട് ഇടിച്ചെടുക്കാം. അത്യാവശ്യം ഒന്ന് ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ടേ. അപ്പോൾ എന്നാൽ ഇതുപോലൊരു പാനോ അല്ലെ ഏതെങ്കിലും ഒരു പാത്രം അടുപ്പ് വെച്ച് നമ്മളിപ്പം ഓൾറെഡി ഇതിനടിയിൽ തീയിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഇതിനകത്തേക്കൊന്ന് ഇട്ട് കൊടുക്കുക. നല്ല വൃത്തിയായിട്ട് ഇതിനൊന്ന് ചൂടാക്കി ഇടണം. ഈ കടുകിനകത്തെ എണ്ണയും എല്ലാം ഒന്ന് ഇറങ്ങണം. അതിനാണ് ഞാനൊന്ന് ചതയ്ക്കാൻ പറഞ്ഞത്. കടുകിനകത്തുനിന്ന് ആ എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. മുട്ടുവേദന മാറ്റാനുള്ള ഔഷധം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടോട്ടിരിക്കുക. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇതുപോലെ ഒരു വെള്ള തുണിയോ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു തുണി എടുത്തിട്ട് ഇത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിനെ നമ്മൾ ഒരു കിഴി പോലെ അങ്ങ് കെട്ടണം. അവിടെ ഇതുപോലെ നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എവിടെയാണോ വേദന, അപ്പം ഞാനിപ്പം മുട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മുട്ടുവേദനയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള നല്ല നാടൻ വെളിച്ചെണ്ണ, വേറെ ഒന്നും വേണ്ട കേട്ടോ, ഒരു നാടൻ വെളിച്ചെണ്ണ അതാണ് ഇത്രത്തോളം 2-3 തുള്ളി ആ വേദനയുള്ള ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. തൈലമോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട. ഇങ്ങനെ വേദനയുള്ള ഭാഗത്ത് തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ഈ പറഞ്ഞ കിഴി, നല്ല ചൂടുണ്ട്, വേദനയുള്ള ഭാഗത്ത് ഇങ്ങനെ ഒന്ന് കിഴി വെച്ച് കൊടുക്കണം. നിങ്ങളൊരു 5 മിനിറ്റ്, കൂടുതലൊന്നും വേണ്ട കേട്ടോ, നിങ്ങളൊരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് കിഴി വെച്ച് കൊടുത്താൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഒരു 2-3 ദിവസം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങളുടെ ഈ പറഞ്ഞ മുട്ടുവേദനയായാലും ജോയിൻറ്റ് പെയിൻ ആയാലും ഇതെല്ലാം പോയി കിട്ടും. കാര്യം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ നിസ്സാര കാര്യമുള്ളൂ. ഈ പറഞ്ഞ പോലെ മുരിങ്ങയുടെ തൊലി എല്ലായിടത്തും, മുരിങ്ങ എല്ലായിടത്തും ഉണ്ട്. കുറച്ച് മുരിങ്ങയുടെ തൊലിയും കുറച്ച് കല്ലുപ്പും കുറച്ച് കടുകും മാത്രം മതി. നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ജോയിൻറ്റ് പെയിൻസും മാറിക്കിട്ടും. ഒരു 2-3 ദിവസം ഉപയോഗിച്ചാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാകും. അപ്പം ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊള്ളുന്നു. ഓക്കെ, ബൈ.